ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളൊക്കെ തുറന്ന് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോയി തുടങ്ങിയില്ലേ? അപ്പോൾ എല്ലാവരും യൂണിഫോം എല്ലാം തയ്ച്ചിട്ടുണ്ടാകും. എങ്കിലും തയ്ക്കാൻ അറിയാത്തവർക്കും തയ്ച്ച് പഠിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ഗേൾസിൻ്റെ യൂണിഫോം കോട്ട് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ടി കൂടിയ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കൂളിൽ നിന്ന് സെറ്റായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ടോപ്പും പാൻറ്റും എല്ലാം കോട്ടും എല്ലാം സെറ്റായിട്ട് കൊടുക്കുന്നതാണ്. അവർ തന്നെ തുണി മുറിച്ച് കൊടുക്കും. ഓരോ കുട്ടിക്ക് എത്ര അളവ് എടുത്തിട്ട് മുറിച്ച് കൊടുക്കും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 60 പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ഹൈറ്റും വെയിറ്റും എല്ലാം കുറഞ്ഞ കുട്ടിക്കാണ്. 10 വയസ്സ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10 വയസ്സേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് മെലിഞ്ഞ കുട്ടിയുമാണ്. അപ്പോൾ അധികം ചെസ്റ്റ് അളവൊന്നും അധികം വേണ്ടി വരില്ല. അപ്പോൾ ചെറിയൊരു കുഞ്ഞു കോട്ടാണ് നമ്മൾ തയ്ക്കാനായിട്ട് പോണത്. ആദ്യം തുണി കരഭാഗം ഇതുപോലെ ഒരു 3.5 ഇഞ്ചിന് മടക്കിയിടുക. രണ്ട് കരഭാഗങ്ങളും ചേർത്തിട്ട് ഇതുപോലെ 3.5 ഇഞ്ച് മടക്കിയിടുക. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യാൻ പോണത് കോട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഇങ്ങനെ 3.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം ആ മടക്ക് ഭാഗത്ത് നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്യാം 6 ഇഞ്ച്. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് താഴോട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം 5 ഇഞ്ച്. എന്നിട്ട് അതൊരു ബോക്സ് ആക്കി എടുക്കണം. ഇതുപോലെ ബോക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ചെറിയ കോട്ടായിരിക്കും തയ്ച്ച് വരുമ്പോൾ. ഓരോന്നും പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്തിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഒരു 1/2 ഇഞ്ച് ചരിച്ചിട്ട് ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ഇതുപോലെ ഒന്ന് സ്ലോപ്പായി കൊടുക്കുകയാണെങ്കിൽ കോട്ടും ഷർട്ടൊക്കെ തയ്ക്കുമ്പോൾ കുറച്ച് ഫിറ്റായിട്ട് നിന്നോളും. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഇറക്കും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ബോക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ചുരിദാറിലൊക്കെ നെക്ക് മാർക്ക് ചെയ്യില്ലേ, അതുപോലെ ഒരു ആലില നെക്കാണ്. ഒരു ലീഫ് മോഡലിൽ ഇതുപോലെ ആലില നെക്ക് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യണത് പിന്നെ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ആം ഹോള് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ചെസ്റ്റ് അളവ് എടുക്കേണ്ടത്. ചെസ്റ്റ് അളവ് കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്നിട്ട് ഞാനൊരു 17 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 17 ഇഞ്ച് ഇറക്കമാണ് കേട്ടോ. 15.5 ഇഞ്ചാണ് ഫുൾ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത്. തയ്യൽ തുമ്പോട് കൂടിയിട്ട് 17 ഇഞ്ച് ഞാൻ ടോട്ടലായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്ന് വീണ്ടും ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് വേസ്റ്റിൻ്റെ അളവാണ്. അതിനുശേഷം അവിടെ ഒരു 7 ഇഞ്ച് വരയ്ക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് കമ്മിയാക്കി, ചെസ്റ്റിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ 17 ഇഞ്ച്, അവിടുത്തെ വിഡ്ത്ത് ഒരു നമ്മളിവിടെ 7.5 ഇഞ്ചാണ് എടുത്തത്. അവിടെ ഒരു 8.5 ഇഞ്ചും കൂടെ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് 8.5 ഇഞ്ച് എടുക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ ഹിപ്പിൻ്റെ അവിടം വരുമ്പോൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ ബോഡി ഷേപ്പ് അങ്ങനെയാണല്ലോ. അപ്പോൾ ഹിപ്പിൻ്റെ അവിടം വരുമ്പോൾ കുറച്ച് വണ്ണം കൂട്ടിയെടുക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അവിടെ താഴെ എന്നിട്ട് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് കോട്ടിലൊക്കെ സൈഡ് ഓപ്പൺ ഉണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഇതുപോലെ എല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ മാർക്കിങ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും യൂണിഫോം എല്ലാം തയ്ച്ചിട്ടുണ്ടാകും. എങ്കിലും തയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ 1-2 വട്ടം കണ്ടു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലൊരു ടക്കും കൂടെ ഫ്രണ്ടിലും ബാക്കിലെല്ലാം ടക്കുകൾ ഉണ്ടാകും. അതും കൂടി ചെയ്താൽ നല്ല എന്താ പറയുക വൃത്തിയായി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ച് താഴേക്ക് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. 9 ഇഞ്ചിൽ നിന്ന് താഴോട്ട് ഒരു 5 ഇഞ്ച് വരയ്ക്ക് ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇത് നമുക്ക് ടക്ക് പിടിക്കാനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ്. സിമ്പിളായിട്ടാണ്. ഇത് കോളറുള്ള കോട്ടല്ല, കോളർ ഇല്ലാത്ത കോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് പറ്റും. സിമ്പിളാണ്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ ഇതുവരെ എന്തായാലും കടയിൽ നിന്നൊക്കെ തയ്ച്ച് കൊടുത്തിട്ട് മക്കൾക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടാകും. ഇനി നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ ഇതുപോലെ യൂണിഫോമും ചുരിദാറും അതുപോലെ തന്നെ സ്കേർട്ടും എല്ലാം തയ്ച്ച് പഠിക്കുകയാണെങ്കിൽ അടുത്ത വർഷമെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ തയ്ച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും പഠിച്ച് തയ്ച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഇത് താഴെ ഭാഗം മുതൽ കട്ട് ചെയ്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോളും കൂടെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പോർഷൻ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ചെസ്റ്റ് അളവിൻ്റെ അവിടെയും ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിൻ്റെ ആ സൈഡും ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അത് കറക്റ്റായിട്ട് എന്താ പറയുക, അളവൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ കട്ടിങ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ താഴെ ആ മടക്ക് ഭാഗത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പണിങ് നമ്മൾക്ക് എത്ര ഇഞ്ചാണ് നമ്മൾ ഓപ്പണിങ് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അവിടെയും ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അപ്പം നമുക്ക് അളവിലൊന്നും വ്യത്യാസമില്ലാതെ കറക്റ്റായിട്ട് ലെവലായിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇതിൽ 2 തുണിയാണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ടും ഒന്നിച്ചാണ് നമ്മൾ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് വന്ന പീസ് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയിടണം കേട്ടോ. ഇതുപോലെ കരഭാഗം വരരുത്, മടക്ക് ഭാഗം വേണം നമ്മുടെ സൈഡ് വരാനായിട്ട്. മടക്കിയിട്ട ശേഷം ഫ്രണ്ട് പീസ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് മേലെ എടുത്ത് വെക്കുക. അതിൽ പ്രത്യേകിച്ച് മാർക്കിംഗ് ഒന്നുമില്ല, ഇതേ അളവ് തന്നെയാണ്. നെക്കിൻ്റെ വിട്ടും നെക്കിൻ്റെ ഇറക്കം മാത്രം മാർക്ക് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിൽ അധികം കോട്ടിലൊന്നും അധികം നെക്ക് ഇറക്കം ഉണ്ടാകില്ല. സാധാരണ എന്താ പറയുക, കോളറായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള നെക്കായിരിക്കും. അപ്പോൾ ഇതിൽ അതുപോലെയാണ്, ഒരു 1/2 ഇഞ്ച് ഇറക്കി വെട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ അളവിൽ ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി. അതൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു അളവിന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് മാത്രം. ഇത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു മാർക്കിങ് കൊടുത്തിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നെക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്കും കൂടെ മാർക്കിങ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിൽ ടക്കിൻ്റെ ആ അളവും കൂടെ മാർക്ക് ചെയ്യണം. അത് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. ഫ്രണ്ടിൽ എങ്ങനെയാണോ ടക്ക് മാർക്കിംഗ് എല്ലാം ചെയ്തത് അതുപോലെ തന്നെ ബാക്കിലും വരുള്ളൂ. ഇനി ഫ്രണ്ട് പോർഷനിൽ ഈ നെക്കും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിലൂടെ കറക്റ്റ് ലെവലിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ മടക്ക് ഭാഗം നിവർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഫ്രണ്ട് പോർഷനിൽ എക്സ്ട്രാ ക്രോസ് പീസ് ഒന്നും വെക്കണ്ട. ഈസി ആയിട്ടുള്ള ട്രിക്കാണ്. അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് ക്രോസ് പീസ് വേണം. അതുപോലെ തന്നെ പോക്കറ്റ് വയ്ക്കാനായിട്ടുള്ള കുറച്ച് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾക്ക് ഇതുപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് നീളത്തിൽ ഇങ്ങനെ കുറേ പീസ് വേണ്ടി വരും. ഇതെന്തിനാണെന്നല്ലേ, ബാക്ക് നെക്കിലേക്കും അതുപോലെ തന്നെ ആം ഹോള് സ്ലീവ് ഇല്ലാത്തതല്ലേ കോട്ടിൽ, അപ്പോൾ ആം ഹോളിൻ്റെ ആ ഭാഗവും വൃത്തിയായിട്ട് ചെയ്യാനായിട്ടാണ് ഈ ക്രോസ് പീസ് തന്നെ വെക്കണം. മറ്റേ സ്ട്രേറ്റ് പീസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മടക്കി കൊടുത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ ക്രോസ് പീസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് പോക്കറ്റിനായിട്ടുള്ള തുണിയും കൂടെ കട്ട് ചെയ്യാം. ഒരു 7 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതൊന്ന് ലെവലാക്കി എടുക്കണം കേട്ടോ. മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി ഇതുപോലെ എടുക്കുക. എന്നിട്ട് ആ പീസ് 2ആക്കി മടക്കിയിട്ട് അളവ് പറഞ്ഞു തരാം. ഇതുപോലെ 2ആക്കിയിട്ട് മടക്കുക. അതിന് ശേഷം നമ്മൾക്കൊരു 3 ഇഞ്ച് വരെ വീതി എടുക്കുക, അകലം എടുക്കുക. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴോട്ട് നമ്മൾ 7 ഇഞ്ചാണല്ലോ ഇറക്കം എടുത്തത്, അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകൾ വരയ്ക്ക്, ഒരു 6.5 ഇഞ്ച് വരയ്ക്ക് ഇതുപോലെ മാർക്കിങ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വി മോഡലിൽ ചരിച്ച് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ പോക്കറ്റ് വയ്ക്കാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു കോട്ട് തയ്ക്കാനായിട്ട്, ഇനി കടയിലേക്കൊന്നും എടുത്തിട്ട് ആരും ഓടണ്ട, എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. ഇനി തയ്ക്കുന്നവർ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ കാണാം.